ഇസ്രായേൽ പ്രസിഡന്റിന്റെ ഓസ്ട്രേലിയൻ സന്ദർശനം മെൽബൺ തെരുവുകളെ പ്രക്ഷുബ്ധമാക്കി. ഗാസയിലെ അശാന്തമായ സാഹചര്യങ്ങളെ ചൊല്ലി ആയിരങ്ങൾ പ്രതിഷേധിച്ചപ്പോൾ അന്താരാഷ്ട്ര രാഷ്ട്രീയം ഓസ്ട്രേലിയൻ മണ്ണിൽ അലയടിച്ചു. വിശദാംശങ്ങളുമായി പെനീന മാത്യു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഓസ്ട്രേലിയയിലെ മെൽബണിൽ ഇസ്രായേൽ രാഷ്ട്രപതി ഐസക് ഹെർസോഗ് നടത്തിയ ഔദ്യോഗിക സന്ദർശനം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും പൊതുപ്രതിഷേധങ്ങൾക്കും വഴിവെച്ചു. നഗരത്തിലെ ചരിത്ര പ്രസിദ്ധമായ ഫ്ലിൻഡർ സ്ട്രീറ്റ് സ്റ്റേഷൻ പരിസരത്ത് ആയിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടി ഗാസയിലെ നിലവിലെ സാഹചര്യങ്ങളെ ചൂണ്ടിക്കാട്ടി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയായിരുന്നു. പ്രതിഷേധക്കാർ ഇസ്രായേൽ സർക്കാരിന്റെ സൈനിക നടപടികളെ രൂക്ഷമായി വിമർശിക്കുകയും അന്താരാഷ്ട്ര സമൂഹം അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. സമാധാനപരമായ രീതിയിൽ നടന്ന ഈ റാലിയിൽ നിരവധി മനുഷ്യാവകാശ സംഘടനകളും സാമൂഹിക പ്രവർത്തകരും പങ്കെടുത്തു. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി വിക്ടോറിയ പോലീസ് വലിയ സന്നാഹം വിന്യസിച്ചിരുന്നു. ചില മണിക്കൂറുകൾ ഗതാഗതം തടസ്സപ്പെട്ടെങ്കിലും വലിയ അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു. 4 ദിവസത്തെ ഓസ്ട്രേലിയ സന്ദർശനത്തിന്റെ ഭാഗമായി മെൽബണിലെത്തിയ ഹെർസോഗ് രാജ്യത്തെ യഹൂദ സമൂഹ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. ഓസ്ട്രേലിയയിൽ വർദ്ധിച്ചുവരുന്ന യഹൂദ വിരുദ്ധ പ്രവണതകൾ ആശങ്കാജനകമാണെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. രാജ്യാന്തര രാഷ്ട്രീയ വിഷയങ്ങൾ ഓസ്ട്രേലിയൻ ആഭ്യന്തര രംഗത്തും ശക്തമായ പ്രതികരണങ്ങൾക്ക് വഴിവെക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവായി ഈ പ്രതിഷേധം മാറിയിരിക്കുകയാണ്. ഓസ്ട്രേലിയയിൽ നിന്നും 24-ന് വേണ്ടി പെനീന മാത്യു.